എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോകണം. ഇത്തിരി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മഴയും കൂടെ പിടിച്ച കാരണം കൊണ്ട് നമുക്ക് ഡ്രസ്സുകളുടെ കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഡ്രസ്സ് കാര്യങ്ങൾ അത് നോക്കാനുണ്ട്. പിന്നെ അഞ്ചുണ്ട് സാൻഡിൽ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ എല്ലാം കൂടെ അതുപോലെ കിച്ചൺ ഐറ്റംസ് അങ്ങനെ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മൾ വന്നിറങ്ങിയ സമയത്തൊക്കെ വാങ്ങിച്ചു. പിന്നെ അധികം ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് പോകാമെന്ന് വിചാരിക്കണം. ചെറിയ ഷോപ്പിംഗ്, കൊച്ചു ഷോപ്പിംഗ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഡയറക്റ്റ് പോകുന്നത് ഞങ്ങളുടെ അഷ്ടമിച്ചിറ ടൗണിലേക്കാണ്. തൊട്ടടുത്തുള്ള അഷ്ടമിച്ചിറ ടൗണിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ അഞ്ചുമോൾക്ക് ചെരുപ്പ് നോക്കാനാണ് ആദ്യം തന്നെ പോകുന്നത്. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള നമ്മുടെ സാൻഡൽസൊക്കെ അങ്ങനെ സെലക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് യു പിയിലൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് പറ്റിയതൊക്കെ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പതിവുള്ളതാണ്. അപ്പോൾ അഷ്ടമിച്ചിറ പോയി നോക്കാം. അവിടുന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സ്ഥലം മാറ്റി പിടിക്കാം. ഞങ്ങളങ്ങനെ അഷ്ടമിച്ചിറ ഷോപ്പിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ചെരുപ്പ് അഞ്ജുന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഈ ഷോപ്പിൽ തന്നെ കയറണം എന്നും പറഞ്ഞ് അഞ്ജുന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ എന്തായാലും കയറിയപ്പോൾ ഞാൻ എനിക്കും കൂടെ നോക്കിയിട്ട് ഒരു പെയർ. അപ്പോൾ അങ്ങനെ എനിക്കും കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ചെരുപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അഞ്ജുവിൻ്റെ സെലക്ഷൻ നടത്തിയിട്ടുണ്ട് ഒരു ജോഡി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ നമ്മളങ്ങനെ അഷ്ടമിച്ചിറ ടൗണിൽ നിന്ന് എനിക്കും അഞ്ജുവിനും ഒരേ സാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട്. അവർ കാണിച്ചതിൽ ഇഷ്ടപ്പെട്ട ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അന്നമനടയ്ക്ക് പോവാണ്. അവിടെ ഉണ്ട് നല്ല ചെരുപ്പ് കട. അപ്പോൾ അവിടെ നോക്കാം നമുക്ക്. അവിടുന്ന് പറ്റിയ അവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ അന്നമനടയിൽ നമുക്ക് ഡ്രസ്സസൊക്കെ കിട്ടുന്ന കടയുണ്ട്. അപ്പോൾ അവിടെയും ഒന്ന് കയറണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ടൗണിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അന്നമനട ടൗണിൽ എത്തിയിട്ടുണ്ട്. അഞ്ജുന് ഒരു ജോഡി ചെരുപ്പും കൂടെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീണ്ടും അന്നമനടയിലത്തെ ചെരുപ്പ് കടയിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അഞ്ജു ഒരു ജോഡി സാൻഡിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അഞ്ജുന് ഇഷ്ടമുള്ളത് നോക്കി ഒരു ജോഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞത് അവിടെ തൊട്ടടുത്ത് നമുക്ക് ഡ്രസ്സസൊക്കെ നോക്കാനുള്ള കടയുണ്ട്. അപ്പോൾ ഞങ്ങളിതാ അവിടേക്ക് കയറണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഈ ഷോപ്പിൽ കയറിയിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയിൽ. അപ്പോൾ ഇവിടുന്ന് അഞ്ചിനുള്ള പ്ലാസോ പാൻറ്റ്, ആ ടൈപ്പ് വീട്ടിലിടുന്ന ഡെയിലി വെയർ കാര്യങ്ങൾ, പിന്നെ പുറത്തേക്ക് ഇടാനുള്ള ടോപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുരിദാറും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ ചുരിദാറൊന്നും എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടം വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഷോപ്പിൽ നിന്ന് അങ്ങനെ എനിക്കായിട്ടൊന്നും വാങ്ങിച്ചില്ല, മോൾക്ക് വേണ്ടി വാങ്ങിച്ചായിരുന്നു. പിന്നെ അവിടെ കോംബോ പാക്കായിട്ട് നമുക്ക് പ്ലാസോ പാൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മോൾക്കും വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കും വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ചുരിദാർ കാര്യങ്ങളൊന്നും ഞാൻ എനിക്ക് എടുത്തില്ല. ചുരിദാറൊക്കെ ആവശ്യം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ അതൊന്നും നമ്മൾ സൈസൊക്കെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. മോൾക്കായാലും ചിലപ്പോൾ ചെറുത് ചിലപ്പോൾ വലുത്, അങ്ങനെ എക്സാക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടുത്തെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്നമനടയിൽ വന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ചാലക്കുടിക്ക് പോവാണ്. ഇനി ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാലക്കുടിക്ക് കൊരട്ടിപ്പള്ളിയുടെ ഫ്രണ്ട് വശത്തെ കൂടെ ആയിട്ട് പോകുന്നത്. നല്ല സൂപ്പറായിട്ട് കാണാം നമുക്ക് കൊരട്ടിപ്പള്ളി ഇവിടുന്ന്. അങ്ങനെ ഞങ്ങളിതാ ചാലക്കുടിയിൽ എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് മസാല ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന കടയിലേക്കാണ്. അപ്പോൾ ഗരം മസാലയ്ക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങി സെപ്പറേറ്റ് വാങ്ങി പ്രാവശ്യം പൊടിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതൊക്കെ വാങ്ങിച്ച് വണ്ടിയിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പോണ്. ഇനി കാർ പാർക്ക് ചെയ്ത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം. കുറച്ചും കൂടെ ഷോപ്പിംഗ് ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ചേട്ടൻ വന്നിട്ട് ഒരുമിച്ച് പോകാൻ നിൽക്കണം.
അപ്പൊ അങ്ങനെ ഞങ്ങളിതാ ഒരുമിച്ച് പോയിരുന്നത് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ചാലക്കുടി തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഫുഡിന്റെ ടൈം ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും എക്സ്പയർ ചെയ്യാനായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ മെയിൻ ടൗണിൽ തന്നെയുള്ള സാറ എന്ന് പറയുന്ന ഒരു കടയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ആവശ്യം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി ഉണ്ടായിരുന്നു, ഓടി വന്നു കേട്ടോ. ഞങ്ങൾ കണ്ടപ്പോൾ വേഗം മനസ്സിലായി, ഓടി വന്നു. നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന മോളാണ്. അപ്പോൾ ഓടി വന്ന് ഞങ്ങളുമായിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്ന സമയം വരെ ഞങ്ങൾക്ക് ചുരിദാർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഡ്രസ്സ് അഞ്ചുമോൾക്കായാലും ടോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാനും എല്ലാത്തിനും ഒപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യം നോക്കുന്നത് ഇപ്പോൾ എനിക്ക് ചുരിദാർ കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോട്ടൺ ചുരിദാറും അതുപോലെ ഷിഫോൺ ടൈപ്പ് പിന്നെ വേറെ പല മെറ്റീരിയലിലുള്ള ചുരിദാറുകളുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒത്തിരി ചുരിദാറുകൾ അവർ കാണിച്ചു തന്നു കേട്ടോ. കുർത്തി മോഡലും പിന്നെ സെറ്റ് ആയിട്ടുള്ളതും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അവർ കാണിച്ചു തന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ കുറച്ച് ചുരിദാർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചുരിദാറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ മോൾക്കുള്ള ടോപ്പ് കാര്യങ്ങൾ നോക്കാനായി. അപ്പോൾ അതും ഈ ഷോപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അഞ്ജുവിനുള്ള ടോപ്പുകൾ നോക്കിക്കൊണ്ടിരുന്നു ഞങ്ങൾ. കുറച്ച് സമയമൊക്കെ നോക്കി കഴിയുമ്പോൾ അഞ്ജുവിന് ഇഷ്ടപ്പെട്ട് 2-3 കിട്ടി. അപ്പോൾ അങ്ങനെ അഞ്ജുവിനുള്ള ടോപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഇനി തിരിക്കുകയാണ്. അപ്പോൾ പോകാൻ സമയത്ത് അവരെല്ലാവരും കൂടി നിർത്തി ജസ്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അവർ റെഡി ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഇത്തിരി നേരം വർത്താനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം അമ്മയുടെ അടുത്തേക്കും കൂടെ പോകണമെന്ന്. പിന്നെ അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോകുന്നത് ഇപ്പോൾ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക്, അവിടെ നിന്ന് വേണം പോകാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് 5 മിനിറ്റിനുള്ളിൽ അമ്മയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അമ്മയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തപ്പോൾ അമ്മയ്ക്കും 1-2 നൈറ്റിയൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. കുറച്ച് സമയം അമ്മയുടെ കൂടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോകണേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ കയറി വന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ തന്നെ അവിടെ ടേബിളിൽ വെച്ചിട്ടോ പോയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിച്ചത് നമ്മൾ ചെയ്ത ഷോപ്പിംഗ്. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം പോയത് അഞ്ജുവിനുള്ള സാൻഡിലൊക്കെ വാങ്ങിക്കാനാണ്. അപ്പോൾ സാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട് അഞ്ജുവിന്. ഇതാട്ടോ അഞ്ജുവിന് വാങ്ങിച്ചിരിക്കുന്ന സാൻഡിൽ. അഞ്ജുവിന് ഇഷ്ടപ്പെട്ട് അഞ്ജു എടുത്തിരിക്കുന്ന സാൻഡിലാണത്. ഇതിങ്ങനെ ഒരു ജോഡി വാങ്ങിച്ചു. പിന്നെ അഞ്ജു സാൻഡിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ എനിക്ക് വേണ്ടിയും കൂടെ നോക്കിയിരുന്നു. അപ്പം അഞ്ജുവിന് വാങ്ങിക്കാൻ പോയെങ്കിലും ഞാനും ആ കൂട്ടത്തിൽ എനിക്കും വാങ്ങിച്ചു. എൻ്റെ സാൻഡിൽ ഇവിടെ ബ്ലാക്കാണ് ഞങ്ങൾ 2 പേരും എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോ ജോഡി വാങ്ങി. അപ്പോൾ ആ കടയിൽ നിന്നുള്ള പർച്ചേസ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അന്നമനയുടെ പോയായിരുന്നു. അപ്പോൾ അന്നമനയുടെ അഞ്ജുനി വാങ്ങിച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് വേറെ ഒന്നും കൂടെ വേണമെന്നും പറഞ്ഞ് അഞ്ജു പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേറെ ഒരു ജോഡിയും കൂടെ അഞ്ജുവിന് വാങ്ങിച്ചിട്ടുണ്ട് അന്നമനയുടെ കടയിൽ നിന്ന്. ഇതാട്ടോ അഞ്ജുവിന് വാങ്ങിച്ച അടുത്ത ജോഡി എന്ന് പറയുന്നത്. അഞ്ജുവിന് അങ്ങനെ 2 ജോഡി വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കൊരു ജോഡി വാങ്ങിച്ചു. അങ്ങനെ സാൻഡിലിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. അടുത്തത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഷോപ്പിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അഞ്ജുവിന് ആക്ച്വലി വീട്ടിലേക്ക് ഇടാനുള്ള പലാസോ പാൻറ്, നമ്മുടെ പ്ലാസോ. ഇത് ഞങ്ങൾക്കൊരു ഓഫർമ കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു 2-3-4 വാങ്ങിച്ചു. 2 അഞ്ജുവിന് വാങ്ങിച്ചു, 2 എനിക്ക് വാങ്ങിച്ചു. ഇത് 2 200. നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ പാൻസ് ഉണ്ട് കേട്ടോ, പ്ലാസോ പാൻറ്. ഇതന്നെയായി എനിക്ക് വാങ്ങിച്ചിട്ടുള്ളപ്പം തന്നെ ഇതും ആ സെയിം കളർ മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ. ഇതെല്ലാം ഇതിനകത്ത് പെട്ടതാണ്. അപ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് ഇത് വളരെ ലാഭമാണ്. നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോൾ അധികം ഡ്രസ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ മഴയിലൊക്കെ പെട്ടപ്പോൾ നമുക്ക് വേഗം തുണികളൊന്നും വാങ്ങി കിട്ടുന്നില്ല. നമുക്ക് മാറ്റി മറിച്ചിടാനൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിരിക്കുന്നതാണ്. ഈ ഓഫറിന് മുമ്പ്, നമ്മൾ ഓഫറിൻ്റെ കാര്യം അറിയുന്നതിന് മുൻപ് തന്നെ
ഓൾറെഡി 2-3 എടുത്തായിരുന്നു. ഇത് അഞ്ചുന് ടീഷർട്ട് എടുത്തതാ, ഡെയിലി വെയറിന് യൂസ് ചെയ്യാം. ഇതാട്ടോ വേറെ പാൻസ് എടുത്തായിട്ടുണ്ട്. ഇത് ഒരെണ്ണം. ഇതാണ് നമ്മൾ ഓഫറിന്റെ കാര്യം അറിയുന്നതിന് മുൻപ് എടുത്തായിരുന്ന പാൻസുകൾ. ഇത് നമ്മളിതാ അഞ്ചുന് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് അഞ്ചുന് എടുത്തിരിക്കുന്ന ഒരു ടോപ്പാണ്. ഇഷ്ടമായിരുന്നു നമുക്ക് ഈ കളർ? കമൻസിലൂടെ അറിയിച്ചോളൂ കേട്ടോ. ഇനി ഇത് ഞങ്ങൾ നാട്ടിലൊക്കെ വന്ന് പോകുമ്പോൾ ഞങ്ങൾ തോർത്തുമുണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇതിൻ്റെ അരിയൊക്കെ അടിച്ചിട്ട് വേണം. എന്തായാലും അവിടെ ചെന്ന് അരിയൊക്കെ അടിച്ച് നമുക്ക് സെറ്റപ്പാക്കി വെക്കണം. നമുക്ക് ഇനി 1 ഇയറിന് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ അതങ്ങനെ കുറച്ച് ഒരു 3 തോർത്തുമുണ്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഷോപ്പിംഗ് ചെയ്ത കടയിൽ നിന്നാണ് അപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ചാലക്കുടിയിലുള്ള സാറ എന്ന് പറയുന്നൊരു കടയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കടയിൽ കയറി ചെന്ന് ഡ്രസ്സൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു കുട്ടി ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു കേട്ടോ, ലിജീസ് വ്ലോഗ്സിലെ ചേച്ചിയല്ലേ എന്ന്. ഞങ്ങൾ അറിയുന്ന വന്നപ്പോൾ പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടോ. ആ കുട്ടിയുടെ പേര് ജസ്ന എന്നാണ്. ജസ്ന എന്ന് പേരുള്ള കുട്ടിയാണ്. പിന്നെ അലേഷ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ നമ്മുടെ വലിയ ഫാൻസാണ്. അപ്പോൾ എൻ്റെ ആങ്ങളേനെയും അതുപോലെ നാത്തൂനെയും അതുപോലെ എന്നെയും ഒക്കെ നന്നായിട്ട് അറിയാം. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്ലോഗ്സ് കണ്ടുള്ള പരിചയം കേട്ടോ. അപ്പം അങ്ങനെ അവരെ അവിടെ കണ്ടുള്ള പരിചയത്തിൽ അവരിതാ നമുക്ക് മാക്സിമം നല്ല പീസസ് ഒക്കെ എടുത്ത് കാണിച്ചു. നല്ല കടയാണ്, ആവശ്യം ഒരുവിധം നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ 5 എടുത്തിരിക്കുന്നതാണ്. ഇത് ലെങ്ത്ത് ചിലപ്പോൾ അധികമായിരിക്കാം. ലെങ്ത്ത് അധികമാണെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കേണ്ടി വരും. 5 ഭാഗമല്ലെങ്കിൽ എനിക്കിടാം. അപ്പം എന്തായാലും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രണ്ടിൽ ഓവർകോട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ്. ഇതിൻ്റെ വിലയൊക്കെ ഞാൻ വിലയൊക്കെ എല്ലാം പറയാം. ഇത് എല്ലാം തന്നെ ഒരു നോർമൽ റേറ്റാണ്. എല്ലാം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതൊക്കെ 1000 ഉള്ള. പിന്നെ ബാൻസിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ. അടുത്ത് ഇരിക്കുന്നു 5 തന്നെയാണ്. ഇതിനെന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഒരു മോഡല് 5 ഇഷ്ടമാണ്. ഇതും ഓവർകോട്ടായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പ് എന്ന് പറയുന്നത് ഇതാട്ടോ, ഈ ഒരു ബ്ലൂ ഇങ്ങനൊരു ഡ്രസ്സ്. ഈ അടുത്ത് കാണിക്കാം. നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു പ്രാവശ്യം ഷോപ്പിംഗ് ചെയ്യാറുണ്ട് നാട്ടിൽ നിന്ന്. ഇത് എനിക്കെടുത്തിരിക്കുന്നത് ഒരു സിമ്പിൾ ചുരിദാറാണ്. കോട്ടൻ്റെ സിമ്പിൾ ടോപ്പ് മാത്രം ചുരിദാർ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് കുർത്തി. ഇതാ ഒരു പിങ്ക് കളറാണ്. ഇത് എനിക്കെടുത്തിരിക്കുന്ന ഒരു ടോപ്പാണ്. ഇത് നമുക്ക് ബാക്കിൽ ഇങ്ങനെ കെട്ടാട്ടോ. ഒരു ഫ്രോക്ക് മോഡലാണ്, സ്ലിറ്റൊന്നും ഇല്ലാത്ത ഒരു ഫ്രോക്ക് മോഡലാണ്. അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇത് വലിച്ച് പുറകിൽ കെട്ടാം. ഫ്രണ്ട് ഇതിൻ്റെ ഇങ്ങനെയാണ്. പ്രിന്റ് കൈകളുടെ 2 കൈയുടെയും ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രിന്റ്. ഇത് എനിക്ക് വാങ്ങിച്ചിട്ട് ടോപ്പ്. എനിക്കൊരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, കോട്ടൻ്റെ ചുരിദാറിൻ്റെ ഒരു സെറ്റ്. ഇത് രണ്ടും ജസ്റ്റ് ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇത് കോട്ടൻ്റെ വിത്ത് പാൻറ്റ് വിത്ത് ഷോൾ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന സെറ്റ്. അപ്പോൾ ഇത് പ്രിന്റഡ് ചുരിദാറാണ്. ഇതിന് മാത്രം 1000 സംതിങ് ആയിട്ടുണ്ട്. 1000 എത്രയാണെന്ന് എനിക്ക് നോക്കിയിട്ട് വേണം. ബാക്കിയെല്ലാം 1000ൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ബില്ലും ഉണ്ട്, ഇതുമ്മ കാണുന്നില്ല എവിടെ ഉണ്ടായിരുന്നു റേറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതാ പാൻസ് ഇതാട്ടോ, ലൈനായിട്ടുള്ളതാണ് പാൻസ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിനുള്ള ഷോള്. കോട്ടനാണ്, നല്ല പ്യുവർ കോട്ടനാണ്. ഇതിന് 1800 ആണോ 1300 ആണോ അങ്ങനെ സംതിങ്, ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഇത് മാത്രം 1000ൻ്റെ മുകളിൽ പോയി. ബാക്കിയെല്ലാം നോർമൽ റേറ്റാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിനായിട്ടൊന്നും മാറ്റി പറിച്ചിടാം, അത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പുകളിലൊക്കെ പോയി ചെയ്ത ഷോപ്പിംഗ്. പിന്നെ ഞങ്ങൾ പച്ചക്കറി കുറച്ച് വാങ്ങിച്ചു, കിച്ചണിലേക്കൊക്കെ വേണ്ട പച്ചക്കറി കാര്യങ്ങൾ. പിന്നെ വാങ്ങിച്ചത് മസാല ഐറ്റംസാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എല്ലാം സെപ്പറേറ്റ് വാങ്ങിച്ചേക്കണം. സെപ്പറേറ്റ് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. സമയം കിട്ടണമെങ്കിൽ പോകുന്നതിന് മുൻപ് തന്നെ പൊടിച്ച് നമ്മൾ കവറിലാക്കിയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ജോലി എളുപ്പമാവും. അപ്പോൾ എല്ലാം ഗരം മസാലയുടെ ഐറ്റംസ് എല്ലാം ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങിച്ചേക്കാം. ആദ്യമായിട്ടാണ് ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ സാധാരണ എല്ലാ വർഷവും മസാല കൂട്ടുന്നു പറഞ്ഞ് നമുക്ക് വേണ്ടത് 100 റുപ്പീസിൻ്റെ 200 റുപ്പീസിൻ്റെ അങ്ങനെയൊക്കെ മസാല കൂട്ടുന്നു പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചു. ഈ പ്രാവശ്യം ഇങ്ങനെ എല്ലാം എന്താ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചേക്കാണ്. കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ അങ്ങനെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് 50 ഗ്രാം 100 ഗ്രാം, പിന്നെ പെരിഞ്ജീരകം 300 ഗ്രാം എല്ലാം പല പല അളവിൽ നമുക്ക് വേണ്ട പോലെ നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു പാക്കറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടി ഞാനിത് പൊടിച്ച് മസാലയാക്കി കൊണ്ടുപോകും. അല്ലെങ്കിൽ കുറച്ച് മാത്രം പൊടിച്ച്, സമയം കിട്ടിയില്ലെങ്കിൽ പൊടിക്കില്ല കേട്ടോ. മൊത്തത്തിൽ പൊടിക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ കുറച്ച് മാത്രം എടുത്ത് പൊടിച്ച് അങ്ങനെയും കൊണ്ടുപോകും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ബിസിയാണ്. അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ ലൈഫ് നിങ്ങളെന്നും കാണുന്നതാണല്ലോ.
ഞങ്ങൾക്ക് സ്കൂളിൽ പോയി വന്നു കഴിയുമ്പോഴേക്കും പിന്നെ ഒത്തിരി ടയേർഡാണ്. പിന്നെ ഈവനിങ്ങിലത്തെ വർക്ക് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നേരമുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മൾ ഹോളിഡേക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ 2-3 ദിവസം പഠിപ്പിച്ച് ഹോളിഡേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസി ലൈഫാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത ഷോപ്പിംഗ് വിശേഷങ്ങൾ. ഞങ്ങൾ റിട്ടേൺ ഞങ്ങളുടെ ഇവിടുത്തെ കേരളത്തിൽ നിന്ന് 17th ജൂൺ 17th 19th ഞങ്ങൾക്ക് സ്കൂൾ തുറക്കും. അതായത് ചേട്ടന് ക്ലാസ്സിൽ പോകണം. ഞങ്ങൾക്കൊക്കെ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ജൂലൈ 1 തുറക്കുള്ളൂ. ടീച്ചേഴ്സിനൊക്കെ അതിന് മുൻപ് പോകണം. 27ാം തൊട്ട് ടീച്ചേഴ്സിന് പോകണം. അപ്പോൾ ചേട്ടന് എന്ന് പറഞ്ഞാൽ ഹയർ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നവർക്ക് 19ാം തൊട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ടിക്കറ്റൊക്കെ ഞങ്ങൾ ഓൾറെഡി എടുത്തു. 17ാം പോകുന്നത്. ഞങ്ങൾ ഫ്ലൈറ്റിനാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. അതിന് ട്രെയിനുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മാസം മുമ്പ് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ തൽക്കാലം നമ്മൾ തൽക്കാലം ടിക്കറ്റ് എടുത്താലും 3 പേർക്കും അടുത്തടുത്ത് തന്നെ സീറ്റ് കിട്ടുമെന്ന് കൺഫേം അല്ല. ചിലപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇരുന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ എടുത്തിട്ടില്ല. അത് മാത്രമല്ല ട്രെയിനിൽ 3 ദിവസം എടുക്കും. 3 ദിവസം നമ്മൾ ട്രെയിനിലിരിക്കണം. അപ്പോൾ പുറത്തൊക്കെ പിന്നെ ഫ്ലൈറ്റിന് തന്നെ പോകണമെങ്കിൽ അന്ന് തന്നെ എത്തുള്ളൂ, ഈവനിങ്ങിൽ എത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ലിജീസ് വ്ളോഗ്സിനുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.